കായംകുളം പുള്ളിക്കണക്ക് അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ നടന്നു. ദേവിയുടെ കിഴക്കേ തിരുനട തുറക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രം തന്ത്രി കണ്ഠരര് മോഹനര് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭദ്രദീപ പ്രകാശനം തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ നിർവഹിച്ചു. കായംകുളം പുള്ളിക്കണക്ക് അഴകിയകാവ് ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രതന്ത്രി കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വടക്കു ദർശനമായ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള കിഴക്കേ തിരുനട തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഭദ്രദീപം തെളിയിച്ചു. ഇതിനുശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ അനിയൻ കുറിച്ചിയിൽ സ്വാഗതം പറഞ്ഞു. പുള്ളിക്കണക്ക് അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 8-ാം തീയതി സമാപിച്ചു. ഇന്നലെ നാരായണീയ പാരായണത്തോടുകൂടി അശ്വതി മഹോത്സവം വളരെ മംഗളകരമായി ഇവിടെ പര്യവസാനിച്ചു. ഭഗവതിയുടെ ആട്ടവിശേഷമായ ശ്രീ മീനഭരണി നാളിൽ ഇന്നിവിടെ കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ മീനഭരണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ വെച്ച താമ്പൂല ദേവപ്രസന വിധി പ്രകാരം ക്ഷേത്രത്തിൽ വടക്കോട് ദർശനമായ ദേവിയുടെ കിഴക്കേ തിരുനടയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കണ്ടെത്തുകയും ആ തിരുനട ദേവിയുടെ ആട്ടവിശേഷം ദിവസം വർഷത്തിലൊരിക്കൽ തുറന്ന് ശിവനെ ആരാധിക്കണം എന്ന് പ്രസന്നവിധിവശാൽ ഇവിടെ പറയുകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാന്യനായ തന്ത്രി അദ്ദേഹം കിഴക്കോട്ടുള്ള തിരുനട തുറന്ന് ആരാധ്യനായ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ കൊണ്ട് ഭദ്രദീപ കർമ്മങ്ങളും നിർവഹിച്ചു. ഈ സപ്താഹയജ്ഞവും ഈ മീനഭരണി മഹോത്സവവും ഒക്കെ ഇത്രയും മംഗളകരമാക്കുവാൻ സാധിച്ചത് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും അഴകികാവിലമ്മയുടെ അനുഗ്രഹവും അതിലുപരി പൊതുജനങ്ങളുടെ പിന്തുണയും. മുഖ്യ അതിഥി ആദിത്യവർമ്മ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ആദ്യമായിട്ട് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുത്തത്. ഏതൊരു ക്ഷേത്രവും നന്നായി നടന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ഇവിടെ താമസിക്കുന്ന ഈ നാട്ടിലും നാട്ടുകാർക്കുമാണ്. അപ്പോൾ എല്ലാവരുടെ സഹകരണം കൊണ്ട് ക്ഷേത്രം എന്നും വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് മുന്നോട്ട് നീങ്ങണം. ഇവിടെ വന്നപ്പോൾ ഒരുപാട് നാരായണീയം അതുപോലെ ഭാഗവതം ഇങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഇതൊക്കെ വായിക്കാനും പഠിക്കാനും അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഇപ്പോഴെത്ര പേർക്ക് ഇതൊക്കെ കാണാനറിയാം. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ദേവി മഹാത്മ്യം, അതുപോലെ സൗന്ദര്യലഹരി. എനിക്കിതൊന്നും കാണാനറിയില്ല, വായിക്കാൻ തന്നെ കഷ്ടിച്ചറിയാം. വിഷ്ണു സഹസ്രനാമം ഒരു വിധം നല്ലോണം ജപിക്കും. പക്ഷെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ 60-ാമത്തെ ശ്ലോകം ഏതാണെന്ന് വിഷ്ണു സഹസ്രനാമം അറിയാന്നുള്ള ഒരാൾക്ക് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കത് പറയാം. കാരണം അതിൽ എൻ്റെ പേരുണ്ട്. ആദിത്യവും ജ്യോതിരാദിത്യം എന്നുള്ള പേരുള്ളതുകൊണ്ട് ആ ശ്ലോകത്തിൻ്റെ നമ്പർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ജപിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ ജപിക്കുന്ന, അവർക്ക് പഠിക്കാനും ഓർമ്മശക്തിക്കും നല്ല ബുദ്ധി കിട്ടാനും ഇങ്ങനത്തെ ശ്ലോകങ്ങൾ ധാരാളമായിട്ട് സഹായിക്കും.
അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വരത്തിൽ 95,000 വിഷ്ണു സഹസ്രനാമം ജപിക്കണമെന്ന് കഴിഞ്ഞ ദൈവപ്രശ്നത്തിൽ ഉണ്ടായി. അതിപ്പോൾ ഒരു 35,000 കഴിഞ്ഞു. അടുത്തത് സെറ്റ് വിഷുവിൻ്റെ അന്ന് തുടങ്ങി ദീപാവലിക്കുമ്പോൾ നിർത്താനുള്ള ഒരു പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മീറ്റിംഗ് ഉച്ചയ്ക്ക് 1 മണിക്ക് തന്ത്രിമഠത്തിൽ വെച്ച് നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് പോയി പങ്കുകൊള്ളണം. പുള്ളിക്കണക്ക് ഓമനക്കുട്ടൻ, പള്ളിക്കൽ ശ്രീഹരി, ഹരികുമാർ ഹരിശ്രീ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വൈകിട്ട് മഹാദീപാരാധന, കൂട്ടം കൊട്ട്, കെട്ടുകാഴ്ചകൾ, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. രാത്രി 10 മണിക്ക് എതിരേൽപ്പോടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയായി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.